ഹായ് ഗൈസ്, ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ രേണുസുധിയുടെ ക്യാൻസറിനെ കുറിച്ചാണ്. രേണുവിൻ്റെ ക്യാൻസറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏകദേശം കൺഫേം ചെയ്ത് രേണുവിന് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എന്നാലും എനിക്കത് കുറച്ചും കൂടി പറയാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച കുറച്ച് ക്ലിപ്പിങ്സ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എടുത്തു കൊടുത്ത വീഡിയോയിൽ ആ ക്ലിപ്പിങ്സ് എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത വീഡിയോ ഫുള്ള് ഞാൻ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. അപ്പൊ അതിനകത്ത് കിടക്കുന്നത്, എന്റെ ലാസ്റ്റ് വീഡിയോയിൽ കിടക്കുന്നത് രേണുസുതിക്ക് ക്യാൻസർ എന്ന രീതിയിൽ ഏകദേശം ഉറപ്പിച്ചെന്ന രീതിയിലാണ്. അത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണുവിന് ക്യാൻസർ ആണെങ്കിൽ രേണുവിനെതിരെ ഇനി അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസുതിയുടെ ഫസ്റ്റത്തെ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് എന്ന് വെച്ചാൽ, നിങ്ങള് വ്യൂവേഴ്സ് എത്രമാത്രം രേണുവിനെ പണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ശ്രുതി ഉള്ളപ്പോൾ തന്നെ രേണുവിനെ ശ്രദ്ധിച്ചിട്ടൊരു വ്യക്തിയാണ് ഞാൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിന്റെ റീൽസും കാര്യങ്ങളും ഞാൻ അത്യാവശ്യം ആ ടൈമിലൊക്കെ ഡബ് മാഷൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. ആ ടൈമിൽ ഞാൻ രേണുവിന്റെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് തന്നെ. രേണു അന്നേരം മുതൽ ഫെയിം ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. രേണുവിന്റെ റീൽസ് ഒന്നും അധികം ഓട്ടമൊന്നുമില്ല. അന്നേരം എന്തോ 800, അന്നേരം വളരെ 200 ഫോളോവേഴ്സേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രുതി മരിച്ചതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു രേണുവിന് ഒരു 800 900 ഫോളോവേഴ്സ്, എനിക്ക് തോന്നുന്നു 1000 വരെ അവർക്ക് എന്തോ എത്തിയിട്ടുണ്ട് ഫോളോവേഴ്സ് ആ ടൈമിൽ. അപ്പൊ അതിനൊന്നും ഞാൻ അൺസപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ അവർക്ക് ഒരു വീട് കിട്ടുന്നു, ഫിറോസ് ഖാനും അച്ഛൻ വീട് കിട്ടുന്നു. പിന്നെ മറ്റേ സ്പ്രേയുടെ കാര്യത്തിൽ വിവാദമാകുന്നു. അങ്ങനെയൊക്കെ ഒരു ഇത് വന്നിട്ട് അവർ വിവാദമാകാൻ തുടങ്ങി. അന്നേരം അവര് ഇതുപോലെ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറുതായിട്ട് അവരൊന്ന് പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ തുടക്കം വരുന്നത്. ഇനി നമുക്ക് വിഷയത്തിലോട്ട് എടുക്കാം. രേണുവിന്റെ ക്യാൻസർ. എനിക്ക് രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഫുള്ളായിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, രേണുവിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും കാണാൻ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആളാണ്. അപ്പോൾ ഒരാളുടെ വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം രേണു എന്ന് പറഞ്ഞ സംഘം, രേണുവിന്റെ സംഘം എന്ന് പറഞ്ഞ അതുപോലത്തെ സംഘമാണ്. ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ടീമുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കമന്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എനിക്ക് എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. രേണുവിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് കരീഷ്മ എന്നൊരു വ്യക്തിയുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ രേണുവിന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യവുമാണ്. അപ്പൊ നമുക്ക് ഇനി പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണു എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് അവര് ഇത്ര പേര് എന്ന് പറഞ്ഞ് വെച്ചിട്ടുമുണ്ട്. അതിലൊരാൾ കമന്റിന് റിപ്ലൈ കൊടുക്കാനും, അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് എതിരെ റിയാക്ട് ചെയ്യുന്ന ആരൊക്കെയാണോ അവർക്കെതിരെ എടുത്ത് റിയാക്ട് ചെയ്യാനും, അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് റിയാക്ട് ചെയ്യാനും. പിന്നെ കമന്റ് ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എൻ്റെ ഫേസ്ബുക്കിലൊക്കെയാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഓരോ വീഡിയോസിന് കമന്റ് ഇടും. ആ കമന്റ് ഇടുന്ന വ്യക്തികൾ എപ്പോഴും അവർക്കൊരു കറക്റ്റ് പ്രൊഫൈൽ ഉണ്ടാവില്ല. അതൊരു നിശ്ചിത വ്യക്തികളായിരിക്കും. രേണുവിനെ കുറ്റം പറയാനേ സമ്മതിക്കില്ല എന്ന് പറയുന്ന കുറച്ച് വ്യക്തികളായിരിക്കും. അവര് തന്നെ പല ക്രിയേറ്റേഴ്സിന്റെ പുറകെ പോയിട്ട് അവരുടെ കമന്റ് ബോക്സിൽ കയറിയിട്ട് ഈ രേണുവിന്റെ നല്ല ചരിത്രം പറഞ്ഞ് ഇതാക്കി. പിന്നെ നമ്മളെ കുറച്ച് തെറി വിളിക്കും, അസഭ്യ വാക്കുകളായിരിക്കും പറയണത്. നമ്മളെ കുറിച്ച് വീഡിയോസ് ഇടുന്നതാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് രേണുവിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്. എന്നെയൊക്കെ അത് വെച്ചിട്ട് പലരെയും ഏൽപ്പിച്ചിട്ട് രേണുവിന്റെ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ ഓൾറെഡി നമുക്ക് DM വന്നിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്, കമന്റ് ചെയ്യാറുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കെതിരെ എന്ത് ചെയ്യും, ഇവര് ആളെ വെച്ചിട്ട് വീഡിയോ ചെയ്ത് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ രേണുവിന്റെ ഗ്രൂപ്പാണ്. ഇത്രയും ഗ്രൂപ്പിസം കാണിക്കുന്ന രേണുവിന്റെ ടീം ഇതുപോലത്തെ ഒരു കഥ ഉണ്ടാക്കാൻ ആണോ ഇത്ര ഇത് കുറവ്? അത് സിമ്പിളായിട്ട് ഉണ്ടാക്കും. ഓൾറെഡി രേണുവിന്റെ ഇതൊക്കെ അങ്ങ് താന്നു പോയിക്കണേ. അതായത് താന്നു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, രേണു സബ്സ്ക്രിപ്ഷനിൽ അക്കൗണ്ട് എടുത്ത് അതിനകത്താണെങ്കിൽ രേണു ഈ അശ്ലീല വീഡിയോസ് നമ്മൾ നമ്മൾ അത് ഓൾറെഡി ചർച്ച ചെയ്തതാണ്. ഞാൻ ഒത്തിരി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് രേണുവിന്റെ പല വേഷങ്ങട്ടുകൾ നമ്മൾ കണ്ടാണ്. എക്സ്പോസിങ്, ശരീര പ്രദർശനം എന്ന് പറഞ്ഞാൽ അതേപോലെ നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ ഇതിനൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുവിന് ഒരു മകനുണ്ട്, സുധിയുടെ മൂത്ത മകൻ, അതായത് കിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഋതപ്പ്, അതൊരു കുഞ്ഞായതുകൊണ്ട് അവർക്ക് അറിയാത്ത ഇത്രയും ഈ 2 കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണെങ്കിലും ആ മരിച്ച മനുഷ്യനെ ഓർത്തിട്ടാണെങ്കിലും ഇവൾക്ക് ഇതുപോലെ ഒന്നും അഭിനയിക്കേണ്ട കാര്യം, അഭിനയമല്ല, ഇതുപോലെ ഒന്നും സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളില്ല. ഉണ്ടോ? അത്യാവശ്യമായിട്ടുള്ള നല്ല മാന്യമായിട്ട് ജീവിക്കും എത്രയോ പേരുണ്ട്. ഭർത്താവ് മരിച്ചിട്ട്
ഈ ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് മായാവി എന്ന് പറഞ്ഞ. മായാവിയില് നമ്മുടെ ഗോപികേനെ ഉപദ്രവിക്കാൻ നടക്കുന്ന അതിൽ വില്ലന്റെ ടീംസിൽ ഒരാളാണ്. അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു ആക്ടർ. അപ്പൊ പുള്ളിക്കാരന്റെ ഫാമിലി ഉണ്ട്. അതായത് കടക്കെണിയിലായിരുന്നു അവര്. കടക്കെണിയിലായിരുന്നിട്ട് ആ പെണ്ണ്, 2 പെൺമക്കളാന്ന് തോന്നുന്നു അവർക്ക്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. ആ മക്കളെ വളർത്തിക്കൊണ്ട് പോകുന്നു. അവർക്ക് ഫുൾ കടമായിരുന്നു. അവരിപ്പോഴും അധ്വാനിച്ചാ ജീവിക്കുന്നത്. അതായത് ആ കടം ഉണ്ടായിരുന്ന ആ കടങ്ങൾ മുഴുവൻ ഈ എന്താണ് ഇയാളുടെ എന്താണ് ഭാര്യ അത് വീട്ടി ഇപ്പോഴും അവർ പറയുന്നുണ്ട് കടങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും പണ്ടത്തെ അത്ര ഒന്നുമില്ല, ഞങ്ങൾ അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത്, അഭിമാനത്തോടെയാണ് അവർ ജീവിക്കുന്നത്. അതേപോലെ തന്നെ ആക്ട്രസ് മനീഷ എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ ഒരിടക്ക് അവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ തട്ടിമുട്ടിയും സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന അതിനകത്ത് ഒരാളുടെ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല. അതായത് മറ്റേ എന്താണ് മീനാക്ഷിയുടെ ഭർത്താവിന്റെ അമ്മയായിട്ടും, പിന്നെ ഇപ്പോഴത്തെ മഴ 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 എന്നൊരു ഏഷ്യനിലെ സീരിയല്, മഴ പെയ്ത് അങ്ങനെ ഒരു സീരിയല്. ആ സീരിയലില് കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ, മഴ പെയ്ത് അങ്ങനെ എന്തോ. അപ്പൊ ആ സീരിയലില് ഒരു നല്ലൊരു ക്യാരക്ടർ മനീഷ ചേച്ചി അവതരിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരി ആണെങ്കിലും ഇതുപോലെ തന്നെ 2 മക്കളാണ്, ഡിവോഴ്സ് ആയ വ്യക്തിയാണ്. പുള്ളിക്കാരിയും നല്ല മാന്യമായിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള എക്സ്പോസിങ് അല്ല ജീവിക്കുന്നത്. ഇതുപോലത്തുള്ള ഇത്രയും എക്സ്പോസ് ചെയ്തിട്ട് ജീവിക്കുന്നതിന് അത് ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിലെ ആദ്യത്തെ വിധവയല്ല ഒരിക്കലും വേണു എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ ഇവരിവിടെ വന്ന് കാണിക്കുന്ന മുഴുവൻ ബ്ലണ്ടർ മിസ്റ്റേക്സാണ് കാണിക്കുന്നത്. അതിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അതിനെ ആരും അംഗീകരിക്കുന്നില്ല. അവരെന്തിനും കാണിച്ചോട്ടെ, അവർ തുണി വെച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് എന്താ? നമ്മൾ പറഞ്ഞാൽ അത് വരും തലമുറ. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, വരും തലമുറയുടെ ഇപ്പൊ ഈ പറഞ്ഞ ഹൻസികൾ എത്രയോ പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തു. അത് എന്തിനു വേണ്ടിയാണ് എടുത്തത്? കാരണം അവർക്ക് അറിയാം രേണു ഇങ്ങനെ ബോഡി കാണിച്ചിട്ടാണ് രേണുവിന് ഇത്ര സബ്സ്ക്രിപ്ഷന് കിട്ടിയത്. അപ്പൊ അതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്കും സബ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കും അതുപോലെ ആൾക്കാരെ കിട്ടും, അത്രയും വ്യൂവേഴ്സിനെ കിട്ടും, മാസം ഇത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിട്ട് തന്നെ എത്രയോ പുതിയ പെൺകുട്ടികൾ ഇതുപോലെ സബ് ആരംഭിച്ചിരിക്കുന്നു. അതൊക്കെ നമ്മുടെ പുതിയ തലമുറനെ വഴിതെറ്റിച്ച് നടക്കുന്ന ഒരു ശീലമല്ലേ? അതിനെയൊക്കെയാണ് നമ്മൾ എതിർത്ത് പറയുന്നത്. നമ്മുടെ തലമുറേനെയാണ് ഇവര് നശിപ്പിക്കുന്നത്. ഇനി നമുക്ക് ക്യാൻസർ എന്ന വിഷയത്തോട് പറയാം. ഈ രേണുവിന്റെ വീഡിയോസിന് രേണുവിന് ഏറ്റവും പേടിയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഷെഫീന ബീവിനെയാണ്. രേണുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ എപ്പോഴും ഷെഫീന ചേച്ചിയുടെ വീഡിയോസ് ഒന്നും കാണാറില്ല, പക്ഷെ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെ കുറിച്ച് എന്തെങ്കിലും അവര് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് 100%, 99% എനിക്കത് വിശ്വാസമാണ്. അവർ ഒരു കാര്യം ഇല്ലാത്ത കാര്യം വന്ന് പറയുന്ന ഒരു വ്ളോഗർ അല്ല. അവര് പറയുന്നത് എല്ലാ കാര്യമായിരിക്കും, നല്ല കറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുമായിരിക്കും ഷെഫീന ചേച്ചിയുടെ. സോ ഞാൻ എപ്പോഴും കാണാറില്ല, സമയം കിട്ടുന്ന പോലെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഞാൻ അവരുടെ വീഡിയോസ് കാണാറുണ്ട്. കാരണം അവർ പറയുന്നതിൽ നമ്മളും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ രേണുവിനെ ഏറ്റവും പേടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീനയുടെ വീഡിയോസിനെയാണ്. അതിനു മുന്നേ തന്നെ നമുക്ക് പറയണം, രേണുവിന് ഓൾറെഡി ബാഡ് ഇംപ്രഷൻ എല്ലായിടത്തും വീണേക്കണെയാണ്. അപ്പൊ രേണുവിന് അതിൽ നിന്നൊക്കെ കരകയറണം. അപ്പൊ അതുകൊണ്ട് രേണുവിന്റെ ടീം തന്നെ പടച്ചിറക്കിയതാണ് ഈ സംഭവം. അതായത് രേണുവിന് ഈ ക്യാൻസർ രോഗമുണ്ട് എന്നുള്ള സംഭവം പഠിച്ചിറക്കിയാണ്. പക്ഷെ അത് വിശ്വസിക്കണമെങ്കിൽ ആര് വഴി വേണം? ഷെഫീന വഴി വന്നാലേ അത് വിശ്വാസയോഗ്യമായിട്ട് എല്ലാവരും എടുക്കുള്ളൂ. കാരണം ഷെഫീന ബേബി എന്ന് പറഞ്ഞ ഈ ചേച്ചി എല്ലാം ചെയ്യണത് എങ്ങനെയാണ്? കറക്റ്റ് എവിഡൻസോടെയാണ് പുള്ളിക്കാരി വന്നിട്ട് ഓരോ വിഷയങ്ങളും നമ്മുടെ മുന്നിൽ യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരി വന്ന് പറയുന്നത്, സൊസൈറ്റിയിലോട്ട് എത്തിക്കുന്ന പുള്ളിക്കാരി എല്ലാം എവിഡൻസോടെയാണ്. അപ്പൊ രേണുവിന്റെ ടീംസ് എന്ന് വെച്ചാൽ അത് ആദ്യം ഇവരോട്ട് എത്തിക്കാനാണ് ശ്രമിച്ചത്. അതായത് ഒരു ഫേക്ക് ആയിട്ടൊരു വുമണിൽ നിന്നും അവര് പരുമല മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ അതൊക്കെ നമുക്ക് പിന്നെ വരാം. ഒരു സ്ത്രീയിൽ നിന്നും ഷെഫീനൊക്കെ മെസ്സേജ് അയക്കുന്നു, രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞ ഓഡിയോ ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ അവരുടെ ഷെഫീന താത്തയുടെ വീഡിയോസ് കണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. കറക്റ്റ് എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെഫീന താത്ത പറയുന്നത്. അപ്പൊ ആ പുള്ളിക്കാരി അത്രയും എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് കൺവേ ചെയ്ത് നമുക്ക് പറയുന്നത്. അത് അതിനകത്ത് ഷെഫീന താത്ത പറയുന്നുണ്ട്, ഓരോ മെസ്സേജിനും
അവര് ആരോട് ചോദിച്ചിട്ട് വരുന്ന രീതിയിലാണ് പറയുന്നത്. ഇതിൽ അവർ അതുൽ വ്ലോഗിനെയും പറയുന്നുണ്ട്. അതുൽ വ്ലോഗിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ അയാളുടെ വീഡിയോ ഞാൻ കാണാറില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഹെഡിങ് വേറെ കൊടുക്കുകയും അതിനുള്ളിലെ കണ്ടന്റ് വേറെ ആക്കിയിരിക്കും. ആൾക്കാർ ശ്രദ്ധിക്കണമെന്ന് ഇത്രയും വലിയ തെണ്ടിത്തരം കാണിച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഒരാളെ അട്രാക്ട് ചെയ്യണം, ശരിയാണ്. ഒരു തമ്മിൽ കൊടുക്കുമ്പോൾ അട്രാക്ട് ചെയ്യണം. പക്ഷെ അതിനകത്ത് എന്ത് തോന്നിവാസം കാണിക്കാന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ഇനി വിഷയത്തിലോട്ട് കൊടുക്കാം. അപ്പൊ പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അതുലിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ കണ്ടു. അപ്പൊ നമുക്കൊരാൾ അയച്ചു തന്നൊരു ക്ലിപ്പിങ്സ് ഞാൻ കണ്ടു. അങ്ങനെ അല്ലാതെ അതുകൊണ്ട് ഇതെടുത്ത് ഞാൻ കാണാറൊന്നുമില്ല. ചാനൽ എടുത്ത് ഞാൻ എടുത്ത് നോക്കാറൊന്നുമില്ല. അപ്പൊ അതിനകത്ത് ഞാൻ കണ്ടു അതില് ഈ പറയുന്നുണ്ട്, ഈ സംഭവം ഞാൻ നേരത്തെ അറിഞ്ഞാണ്. ഞാൻ ഒന്നോ രണ്ടോ ആഴ്ച മുന്നേ അങ്ങാണ്ട് അറിഞ്ഞാണ്. എന്നിട്ട് ഞാൻ പ്രതികരിക്കാതിരുന്നതാണ്. അപ്പൊ ഞാനൊരു കാര്യം കിട്ടി, അതിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വീണ്ടും വീണ്ടും ഈ രേണുവിനെ കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു മാനസിക പരിഗണന ഉള്ളത് കൊണ്ടാണ് ഇത് മറ്റാരോടും തന്നെ വിളിച്ച് പറയാൻ ഞാൻ അതിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് അതിനോടൊരു ചോദ്യം ചോദിക്കുക, ഇതെല്ലാം അറിഞ്ഞിട്ടാണോ ഈ അതിൽ വീണ്ടും വീണ്ടും അവർ ഇത്രയും തൊലി ഉരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതിന്റെ കളികൾ എന്താണ് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് നല്ലൊരു കളി നടക്കുന്നുണ്ട്. അതായത് രേണു വിചാരിച്ച ഞങ്ങൾ യൂട്യൂബേഴ്സിനെ കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഭവം പരക്കം അങ്ങോട്ടും ഇതാക്കുക. അങ്ങനെ ആകുമ്പോഴത്തേനും അവൾക്ക് പോയ പേര് തിരിച്ചു കിട്ടും. അതായത് പണ്ട് എങ്ങനെ നമ്മളെ ജനങ്ങളെ എങ്ങനെ തലക്കയറ്റി വെച്ചത് എങ്ങനെ ഈ സഹതാപ തരംഗത്തിലൂടെ. അപ്പൊ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എന്താ പറയണ ഒരു സഹതാപമാണ് വരുന്നത്. അപ്പൊ ഈ സഹതാപത്തിലൂടെ വീണ്ടും രേണുവിന് സബ്ബ് തുടങ്ങും, വീണ്ടും സബ്ബ് വരും. അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ആൾക്കാരൊന്നും പറയാൻ വരത്തില്ല. അവർ ജീവിക്കാൻ വേണ്ടിയല്ല എന്നുള്ളൊരു സഹതാപ തരംഗം വീണ്ടും വരും. അങ്ങനെ എന്താവും, നമ്മളെ ജനങ്ങൾ വീണ്ടും വിഡ്ഢികളാവും. അതാണ് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ രേണു ക്യാൻസർ 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 എന്ന് പറഞ്ഞിട്ട് നമ്മളെ എല്ലായിടത്തും ഇതായിരുന്നു. ഞാനും ചെയ്തായിരുന്നു, ഇല്ലെന്നല്ല ഞാൻ പറയണത്. അപ്പൊ അതാണ് രേണു ആൻഡ് ടീംസിന്റെ ഉദ്ദേശം. ഇതിലും ഒരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പരക്കണ എങ്ങനെയാ, രേണുവിന്റെ ഒരു രേണുവിന്റെ ഒരു വീഡിയോ ഷോർട്ട് ഫിലിം അങ്ങോട്ട് റിലീസ് ആവാൻ വേണ്ടി ഇരിക്കുന്നതിന്റെ തലേ ദിവസമാണ് ഈ സംഭവം അങ്ങോട്ട് ചൂട് പിടിപ്പിക്കണം. അപ്പൊ ഈ സംഭവം ചൂട് പിടിപ്പിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ തലേ ദിവസം ഈ സംഭവം വന്ന് പിറ്റേ ദിവസം രേണുവിന്റെ ഷോർട്ട് ഫിലിം റിലീസ് ആവുന്ന. അപ്പൊ എന്തായി, റീച്ച് അങ്ങ് പീക്ക് ലെവലിൽ കയറും. സഹതാപ തരംഗം ഉണ്ടേ പീക്ക് ലെവലിൽ അങ്ങ് എന്ത് കയറും, റീച്ച് കയറും. അപ്പൊ എല്ലാം മാറും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണ്. രേണു എന്ന് പറഞ്ഞ വ്യക്തിക്ക് അതൊന്നുമില്ല. ഇതിപ്പെന്ന് പറയുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് കൂടെ ആയിരിക്കും വരാൻ പോണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നെഗറ്റീവ് ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട്. പോസിറ്റീവായിട്ട് വരാൻ പോണത് ഈ ക്യാൻസർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും കുറെ പേര് അയ്യോ അത്തോ എന്ന് പറഞ്ഞിട്ട് വരും. അയ്യോ അവൾക്കൊന്നും പറ്റില്ല, അവൾ എങ്ങനെ രക്ഷപ്പെടട്ടെ, അവൾ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയും. അപ്പൊ രേണു പീക്ക് ലെവലിൽ കയറുകയും ചെയ്യും. അപ്പൊ അതാണ് സംഭവം. അല്ലാതെ ഈ രേണുവിന് ഇവരെന്ന് പറഞ്ഞല്ലേ പഠിച്ച കള്ളിയ. അത് ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞു. ഇവര് വീണ്ടും ഞാൻ പറയും, ഇവര് പഠിച്ച കള്ളിയ. അതിന് ഇവര് ബുദ്ധി കേന്ദ്രം ആരാണെന്ന് അറിയത്തില്ല. അത് കുറെ ബുദ്ധിയൊക്കെ ഇവർക്ക്, കുരുട്ട് ബുദ്ധി ഇവർക്ക് കൂടുതലാണ്. പിന്നെ ഇനി കരീഷ്മ കൂടുതലും ബുദ്ധി കൂടുതലുണ്ട്, കുറച്ചും കൂടി ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും. അപ്പൊ ഇതാണ് സംഭവം. ഇത് കാര്യം എന്ന് വെച്ചാൽ ഞാനിത് എന്റെ ഫേസ്ബുക്കിലൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് 2-3 ദിവസമായിട്ട് എനിക്ക് അടുപ്പിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇതാണ് സത്യാവസ്ഥയാണ്. എനിക്ക് 100% ഉറപ്പാണ്. രേണുവിന് ഒരു രോഗവുമില്ല. വെറുതെ അവളുടെ റീച്ചിന് വേണ്ടിയിട്ട് അവൾ പല കളയും കളിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽഡിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. അതായത് ആ ഹോസ്പിറ്റലിനെ കുറിച്ച്, അവര് പരിമല എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ എല്ലാ ഹോസ്പിറ്റലുകാരും ഇതിനെക്കുറിച്ച് ആക്ഷൻ എടുക്കണം. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലാണോ ചീത്തപ്പേര് വന്നേക്കണം ആ ഹോസ്പിറ്റൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു പേഷ്യന്റിന്റെ ഫയല്, അതായത് എന്താണ് ഒരു ഡീറ്റെയിൽസ്, ഒരു രോഗത്തിന്റെ ഡീറ്റെയിൽസും പുറത്തു പോവുകയാണെങ്കിൽ അവരുടെ സ്റ്റാഫിനടക്കം ഇത് ദോഷമാണ്. ഒരു രോഗിയുടെ പ്രൈവസിനെ മാനിച്ച് അവരുടെ ഒരു കാര്യങ്ങളും പുറത്തോട്ട് വിടാൻ പാടില്ല എന്നുള്ള കാര്യമുള്ളതാണ്. പിന്നെ ചിലരൊക്കെ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട്. രേണുവിനെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ രേണു കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്റെ പൊന്ന് കമന്റോളികളെ, നിങ്ങളൊക്കെ അവരുടെ ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാനുള്ള ബുദ്ധിയുണ്ട്.
അങ്ങനെയുള്ള പല കമന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കമന്റുകളും കാര്യങ്ങളൊന്നും വേണ്ട. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യുള്ളായിരിക്കും. കുറച്ച് ടൈം കുറച്ച് കുറവാണ്, പക്ഷെ എനിക്ക് പറയാനുള്ള നിങ്ങളോട് എത്തിക്കണം. പിന്നെ എനിക്ക് വേറെ കുറച്ചുകൂടി കാര്യങ്ങളോട് പറയാനുണ്ട്. ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും വരണം കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ പറയാണ്, രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ല, രേണുവിന്റെ ആക്ഷൻ ആണ് ഇത് മുഴുവന്. പിന്നെ രേണുവിന്റെ നിങ്ങൾ എന്താണ് ഷോർട്സ് കാണുന്നുണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്യാൻസർ ഉണ്ടോന്ന് ചോദിക്കുമ്പോഴത്തേനും അവർ പറയാതെ പറയുന്നുണ്ട് അവർക്കില്ലെന്ന്. പക്ഷെ അവൾക്കത് മനസ്സിലാവുന്നില്ല. അവൾക്ക് പറയാതെ അവൾ പറയുന്നുണ്ട് അവൾക്കില്ല എന്നുള്ള കാര്യം. ഇവിടെ എന്തുകൊണ്ട് പറയുന്നില്ല? എനിക്കില്ല എന്ന് വന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഉണ്ട് എന്ന് പറയുന്നില്ല. പക്ഷെ അവൾക്കില്ല. അത് അവൾക്കും അറിയാം ഇതെല്ലാം ഇവളുടെ കളിയാന്നുള്ളത്. ഇത് എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ അതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഷെഫിൻ്റെ താത്ത പറയുന്നത് ശരിയായിരിക്കാം. എനിക്ക് കുറച്ച് ദിവസം 2-3 ദിവസം ഷെഫിൻ്റെ താത്ത വീഡിയോസും കാണാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി വരണമെങ്കിൽ പുള്ളിക്കാരിക്ക് അറിയാം. എന്തായാലും ഈ സംഭവമൊക്കെ വെറുതെ പറയാനാണ്, വെറുതെ ഉടായ്പാണ് രേണു ആൻഡ് ടീംസ്. നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ വേണ്ടി നോക്കിയാലും ഇനി വെളുക്കില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കാം. എല്ലാവരുടെ മനസ്സിലൊരു കരട് കയറി കിടപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു രേണുവിന്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്ന നേരത്ത്, രേണു ഇനി എന്ത് കാണിച്ചാലും രേണു ഇങ്ങനെ രോഗമാണ് ഞാനൊന്നും മിണ്ടില്ല. അത് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രോഗം ആയിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിലോട്ട് ഇത്രയും ഒരു അശ്ലീല ചിത്രങ്ങളും വീഡിയോസും വന്ന് പരത്തുന്നവരും നമ്മളെന്തിനാ സപ്പോർട്ട് ചെയ്യണം? അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ വരും തലമുറനല്ലേ ഇവര് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. സോ നിങ്ങളോട് ഞാൻ പറയുന്നു കേട്ടോ. അപ്പൊ ഇതാണ്, രേണുവിന് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ഇല്ല. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.